ഈ ആനകളുടെയൊക്കെ ഒരു മാനറിസം തൃശ്ശൂർ പൂരത്തിന് വേറെ മറ്റു പൂരങ്ങളെക്കാൾ. എന്താ കാര്യം വെച്ചാൽ ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പൂരമായതുകൊണ്ടും പുതിയതായി തുടങ്ങിയ ഒന്നല്ലാത്തതുകൊണ്ടും ആ ആനകൾക്കൊക്കെ വലിയ ശാന്തതയാണ് ഞാൻ കാണുന്നത്. അത് അവരുടെ കണ്ണുകൾ, ഞാൻ ചില ആനകളുടെ അടുത്ത് കൂടെ പോകുമ്പോൾ ആന എന്നെ കണ്ണുകൊണ്ട് അടിച്ചിട്ട് വരേ ചേട്ടാൻ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ മാത്രമല്ല ഇതിൽ വരുന്ന കലാകാരന്മാർ എണ്ണം പറഞ്ഞവരാണ് എല്ലാം. ഇപ്പോൾ മേളകലയിൽ എണ്ണം പറഞ്ഞ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള കലാകാരന്മാരാണ് അണിനിരക്കുക. പഞ്ചവാദ്യ കലയിലും അങ്ങനെ തന്നെയാണ്. പിന്നെ മാത്രമല്ല ഓരോ കൊല്ലവും പൂരം പുതിയതാണ്. എന്തുകൊണ്ടാണ്, എന്നോടൊരാൾ ചോദിച്ചു, തെക്കൻ നാട്ടിലുള്ള ഒരാൾ ചോദിച്ചു, എന്തത്ര പ്രത്യേകത പൂരത്തിന്? പൂരം രാവിലെ തുടങ്ങുന്നു, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അവസാനിക്കുന്നു. അവിടെ ഒരു കലാപരിപാടി ഇല്ലല്ലോ, അവിടെ വേറെ ഞാൻ പറഞ്ഞു പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയുടെ ഉത്സവമാണ്. അതിൽ സംഗീതത്തിൻ്റെ, നാദത്തിൻ്റെ, താളത്തിൻ്റെ, നിറങ്ങളുടെ, ശബ്ദഘോഷങ്ങളുടെ, ആൾക്കൂട്ടത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, പങ്കിടലിൻ്റെ, കരുതലിൻ്റെ ഒക്കെ മഹോത്സവമാണ് പൂരം. പൂരം ഒരു ചെറിയ സംഭവമല്ല.